ഇന്നിവിടെ കണ്ടിട്ട് ശരിക്കും മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു മായാലോകം പോലെയുണ്ട് അല്ലെ വിനോദേ? ശരിക്കും ഒരു ഹെവൻ ആയതുണ്ട് നമ്മുടെ സ്ഥലം എല്ലാം. ഭംഗിയായിരുന്നു. ഇന്നലെ ശരിക്കും സ്നോ വീണ്. നമ്മുടെ ഈ വാനിന്റെ സൈഡിലോട്ടൊക്കെ നോക്കി എന്തോ ഒരു സ്നോയാ വീണ് കിടക്കുന്നത്. സൈഡിലെല്ലാം ഇങ്ങനെ കവർ ആയിട്ട് കിടക്കുക. ഈ മരങ്ങൾ അങ്ങോട്ട് നോക്കി, ഈ മരങ്ങൾ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. കുട്ടനാണെങ്കിൽ ഇവിടെ നിന്ന് കളിക്കുവാണ്. ഇതിലൊന്നും ഒറ്റ ഇലകളില്ല. ഇതിന്റെ എല്ലാം ഒറിജിനൽ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ്, കണ്ടോ? അതെ. അപ്പൊ ഇതിന്റെ മുകളിലാണ് ഈ ഇല സ്നോ എല്ലാം വീണിരിക്കുന്നത്, വൈറ്റ് ഇലകൾ പോലെ. അതെ, എന്തൊരു ഭംഗിയാണ്. കാരണം ഇതിന് ഹെവി വെയിറ്റ് ആയിട്ട് താങ്ങാൻ വയ്യ. ഇതിങ്ങനെ വളഞ്ഞിങ്ങനെ തലയും കുത്തി താഴെ കിടക്കാണ്. ഏവക്കുട്ടനെല്ലാം ചെന്ന് കുടഞ്ഞു കൊടുത്ത് സഹായിക്കുവാണ്. ഇതിനെല്ലാം താങ്ങി നിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് കുടഞ്ഞു കളയല്ലേ കേട്ടോ, കുടഞ്ഞു കളയല്ലേ, നല്ല ഭംഗിയാണ്. കുറച്ചൊക്കെ കളിച്ചോ. ഇന്നലെ നല്ലൊരു പണി കിട്ടി ഏവക്കുട്ടന്. ഷോർട്സ് കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും. അപ്പൊ ഈ നല്ല തണുപ്പാണ്. 2 ദിവസമായിട്ട് -12 ഇന്നലെ ആണെങ്കിലും ഇന്നാണെങ്കിലും നല്ല തണുപ്പുണ്ട്. അപ്പൊ ഏവക്കുട്ടനാണെന്നുണ്ടെ ഡേ കെയറിൽ കളിച്ചോണ്ടിരിക്കായിരുന്നേ. അവളാണെങ്കിൽ ചെന്നിട്ട് ഇങ്ങനെ അവിടുത്തെ ഒരു ഫെൻസ് ഉണ്ടല്ലോ, അതിങ്ങനെ ഞാൻ ഈ കാർ ഒന്ന് ഓഫ് ചെയ്യട്ടെ, നമ്മുടെ കാർ ഓൺ ചെയ്തിട്ടേ, ഹീറ്റ് ആവാനും പിന്നെ നമുക്ക് ഒന്ന് ഷോപ്പിങ്ങിന് പോകണം. ഓക്കെ, പോയി ഓഫ് ചെയ്തിട്ടോ. അപ്പൊ ഓഫ് ആക്കിയില്ലേ? നമ്മള് വെളിയിൽ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്ക് ഇത്രയും തണുപ്പത്ത് ഒന്ന് കാറൊക്കെ ഹീറ്റ് ആക്കിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സുഖമായിട്ടിരുന്ന് പോവാം. 5-10 മിനിറ്റ് മുന്നേ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. കാരണം എല്ലാം സ്നോ ഒക്കെ വീണിട്ട് ഇങ്ങനെ അതെ നല്ല തണുത്ത് ഉറഞ്ഞു കിടക്കുമായിരിക്കും. അപ്പൊ നമ്മള് ഹീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് എന്തായിരിക്കും കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും, സുഖം കിട്ടത്തില്ല, തണുക്കും. ഇപ്പൊ വാം ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വണ്ടി എടുത്തോണ്ട് പോകാൻ തണുക്കത്തില്ല ഒട്ടും. അതെ. അപ്പൊ നമ്മള് പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ ഏവക്കൂട്ടന് പറ്റിയ അബദ്ധം. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, മാനൊക്കെ ആണെങ്കിൽ പോയിട്ട് ഇങ്ങനെ തൂണുകളിലെ മെറ്റൽ തൂണുകളൊക്കെ പോയിട്ട് ഇങ്ങനെ നക്കിയിട്ട് ആ നാക്ക് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഇന്നലെ ആണെങ്കിൽ ഇവള് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ഡേ കെയറിലെ. വെള്ളിയാഴ്ച ആയിരുന്നു, വീക്കെൻഡ് ആയിരുന്നു. അപ്പൊ കുറച്ച് പിള്ളേരേ ഉള്ളൂ. വെളിയിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുവായിരുന്നു. പോയിട്ട് എന്ത് ചെയ്തെന്ന് അറിയാവോ? ഇതേല് പോയിട്ട് ഇങ്ങനെ നക്കി സ്നോ തിന്നുമായിരുന്നു ആ ഫെൻസിൽ. അത് മെറ്റലിന്റെ ആയിരുന്നു. എന്നിട്ട് അവിടെ പോയി തിന്നോണ്ടിരുന്നപ്പോ ഇവിടെ നാക്കും ചുണ്ടും കൂടെ അതിലൊട്ടിപ്പോയി. അതങ്ങനെയാണ്. നല്ല തണുപ്പാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഫ്രിഡ്ജിൽ നിന്ന് നല്ല തണുപ്പെടുത്ത് നല്ലൊരു ഐസ് കഷ്ണം എടുത്തിട്ട് നാക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒട്ടിയിരിക്കും. അതേപോലെ തന്നെയാണ് ഈ സ്റ്റീൽ ആണെങ്കിൽ പെട്ടെന്ന് തണുത്ത് ഉറഞ്ഞിങ്ങനെ ഇരിക്കുന്നില്ല, ചെന്ന് കൊണ്ടുവച്ച് കൊണ്ടുവെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ ഐസ് ഫോം ആവും. അങ്ങനെ അത് നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റിക്കായി പോകും നമ്മുടെ നാട്ടിൽ. പിന്നെ വലിച്ചു കുറച്ചെടുക്കാന്ന് വെച്ചാൽ പിള്ളേർക്ക് അറിയത്തില്ലല്ലോ വലിച്ചു കുറച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇച്ചിരി വെള്ളം വല്ല ഒഴിക്കും, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമ്മുടെ വായു ഉണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ ചൂടായിട്ടുള്ള ഒരു അപ്പോഴത്തേക്ക് പെട്ടെന്ന് അത് മെൽറ്റ് ആയിട്ട് ഇങ്ങനെ വിട്ട് കിട്ടും. അല്ല വലിച്ചു പറിച്ചെടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സംഭവിച്ചത്? ഇന്നലെ മുറിഞ്ഞല്ലേ, അറിയില്ലല്ലോ എന്തോ പറ്റിയതെന്ന്. എങ്ങനെയൊക്കെയോ അവള് തന്നെ അത് പിടിപ്പിച്ച് എന്നിട്ട് ചോര ഒലിപ്പിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പോഴാണ് കാണുന്നത്. എന്നിട്ട് അത് ചോര കണ്ടു കഴിഞ്ഞപ്പോ പുള്ളിക്കാരി കരയാൻ തുടങ്ങി. അകത്ത് ശരിക്കും പേടിച്ചു പോയി. എന്ത് പറ്റിയാന്ന് പറയാൻ പറ്റുന്നില്ലായിരുന്നു. ശരിക്കും ടെൻഷൻ ആയി പോയി കാണുവേ. ആദ്യമായിട്ടുള്ള അനുഭവം അല്ലേ ഫസ്റ്റ് ടൈം. അതെ. അപ്പൊ ഞങ്ങളുടെ ഡേ കെയറിൽ അവരൊക്കെ പറയുമായിരുന്നു അവർക്ക് എല്ലാവർക്കും കുഞ്ഞിലെ ഇത് ഫിൻലാൻഡിലുള്ള കുട്ടികൾക്കെല്ലാം കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. ഒരേ ഒരു വട്ടം സംഭവിക്കുന്നില്ല, പിന്നെ സംഭവിക്കുന്നില്ല. ഒരു പ്രാവശ്യം നമ്മളിത് ചെയ്ത് അനുഭവിച്ച് നമുക്ക് മനസ്സിലാകും, പിന്നെ അത് ചെയ്യല്ലെന്ന്. അങ്ങനെയാണല്ലോ എല്ലാവരും തെറ്റ് ചെയ്തിട്ട് ആണല്ലോ എല്ലാം പഠിക്കുന്നത്. അങ്ങനെ ഏവക്കൂട്ടിനെ പറ്റിയ ഗുണപാഠമാണത്. ഇനി ഒരിക്കലും അവള് മറക്കത്തില്ല. അപ്പം നമുക്ക് ഭയങ്കര സങ്കടമായി ആ സമയത്ത് അത് കണ്ടപ്പോഴത്തേക്ക്. എന്നെ വിളിച്ചായിരുന്നു അപ്പൊ തന്നെ ഏവ വന്ന് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് ഡേ കെയറിൽ. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ സംഭവിക്കും, മനസ്സിലായി. ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പെരുപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല്, കാരണം ഇനി സ്കൂളിലും ഡേ കെയറിലും ഒക്കെ പോകുമ്പോ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അല്ല, അവളെ കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസമായെന്ന് കരുതിയാ. അപ്പൊ അവിടെ എനിക്ക് വേറെ പിള്ളേരുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ അവളെയും കൂടെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തന്നെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം കുഞ്ഞിലെ തന്നെ. ഈ ചെറിയ സംഭവത്തിന് അല്ലെങ്കിൽ ഇത് നമ്മൾ അവളതെല്ലാം ഹാൻഡിൽ, അവള് തന്നെയാ അതെല്ലാം മാറ്റിയത്, മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഇന്നലെ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. ഇവരുടെ തോളെ കിടക്കുമായിരുന്നു. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞു ഏവക്കുട്ടനെ കണ്ടിട്ട് സങ്കടമായി, വിഷമമായി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഫാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? കാരണം നമ്മൾ ഇന്ന് ഇത്ര സ്നേഹിക്കാനായിട്ട് നമ്മുടെ സ്വന്തക്കാർ പോലും ആരും ഇല്ലായിരുന്നു. ഇപ്പോഴും നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും സ്നേഹം ഏവക്കുട്ടിയെ തന്നെയാണ്. അവളെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വീഡിയോ കാണുന്നവർ ഒരുപാട് പേരുണ്ട്. അതെ, നമ്മള് ഭയങ്കര ഇമോഷണൽ ആകും. ആ സ്നേഹം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. അതെ, എന്റെ കണ്ണ് അറിയാറുണ്ട് ഓരോ അവര് ചിലരൊക്കെ കമന്റ് ഇടുമ്പോ നമുക്ക് എന്താണ് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഏവക്കുട്ടി ആണെങ്കിൽ ഷോപ്പിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതെ. അപ്പൊ നമ്മള് പറഞ്ഞു വന്ന വിന്ററിന്റെ കാര്യമാണ്. ഇതേ നോക്കി, ഈ മരം കണ്ടോ? ഈ മരം, ഇവിടുത്തെ എല്ലാ മരങ്ങളും ഇന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം ഇന്നലെ ശരിക്കും സ്നോ വീണ്. ഇന്നാണെങ്കിൽ ഒട്ടും വിൻഡ് ഇല്ല. വിൻഡ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം താഴെ പോകും. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഏകദേശം ഇന്നൊരു -10 ആണ്. ഇന്നലെ അതിൽ കൂടുതലായിരുന്നു. -10 ഉണ്ട്.
അപ്പൊ ഇതൊക്കെ ഒരു കാറ്റടിച്ചാലേ ഇത് താഴെ വീഴത്തുള്ളൂ, അതുവരെ ഇങ്ങനെ നിൽക്കും. കാറ്റടിക്കാതെ ഇങ്ങനെ നിക്കണം. വിൻഡേ ഇല്ല, വളരെ ചെറുതായിട്ട് ആ മരം ഒന്ന് അനങ്ങുന്നുണ്ട്, അതുപോലെ അത്രയ്ക്ക് അങ്ങ് വീഴത്തില്ലത്. നല്ല ഫ്രീസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവല്ല. ഈ എല്ലാ മരങ്ങളും കാണാം. ഇത് മാത്രമല്ല, ഇങ്ങോട്ടൊക്കെ നോക്കുക, എല്ലാ മരങ്ങളും എന്തൊരു പിന്നെ നമ്മുടെ മാനയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറമാണ്. അതിനേക്കാളും ഭംഗിയാണ്. ഇത് ബെറിയാണ് അല്ലേ? അതെ, ഇത് ഒരിക്കലും പൊഴിഞ്ഞു പോകത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ പേര്. എനിക്ക് അറിയാം, ഞാൻ മറന്നുപോയി ആക്ച്വലി ബെറിയുടെ പേര്. പക്ഷെ ഒരു കിളി വന്നിട്ട് ഇത് കഴിക്കുന്നുണ്ടായിരുന്നു, കണ്ടായിരുന്നു? കഴിക്കാറുണ്ട്. അതായത് പൊഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. വിന്റർ ആയിട്ട് പൊഴിഞ്ഞു പോകുന്നില്ല. ഇതിങ്ങനെ എല്ലാ സമയത്ത് സമ്മർ ആകുമ്പോഴും എല്ലാം ഉണങ്ങി ഇങ്ങനെ തന്നെ ഇതേ തന്നെ അങ്ങ് നിൽക്കും. ഭയങ്കര ഭംഗിയാണ് ഈ സ്നോയും കൂടെ വീണ. പിന്നെ തിന്നല്ല കേട്ടോ, പിച്ച് തിന്നല്ലേ, തിന്നുന്ന കായല്ല അത്. കിളിയൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരെണ്ണം കഴിച്ചാൽ ഒന്നും പറ്റില്ല. പക്ഷെ അത് കഴിക്കാതിരിക്കുന്നതാ നല്ലത്, കാരണം നമുക്ക് കഴിക്കാൻ നല്ലതല്ലായിരിക്കും. കിളിയുടെ ഫുഡാ അത്, എവിടെ ഫുഡല്ല. കിളി വന്ന് കഴിച്ചോളും. ആണോ? ഇത് നോക്കി, അതിലാണെങ്കിൽ ഇങ്ങനെ ഐസ് പോലെ വെള്ളത്തുള്ളി ഇങ്ങനെ താഴോട്ട് വീഴാൻ വന്നിട്ട് ഐസ് പോലെ ഇങ്ങനെ നിൽക്കുന്നത്. ഞാനാണെന്നുണ്ടെ കോണിഫറസ് മരത്തിന്റെ കുറച്ച് ഇല വിച്ചിട്ട് ഇതേ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോ നല്ലൊരു ക്രിസ്മസ് ഡെക്കോർ പോലെ ആയിട്ടില്ലേ. വാവ്, നല്ല ഭംഗിയുണ്ട് ഇപ്പൊ കാണാനായിട്ട്. ഒരു പച്ചയും വെള്ളയും റെഡും എല്ലാം ആയിട്ട് അല്ലേ? ഇതാ നോക്കിയേ, ക്രിസ്മസിന് പറ്റിയ ക്രിസ്മസ് ബെറി പോലെ. അതെ, ഇപ്പഴാണ് ഭംഗിയായത് ആ സ്നോയും ഒക്കെ ആയിട്ടത്. കണ്ടില്ലേ? ഞാൻ പറഞ്ഞ കള്ളമാണോ? ഇതൊന്നും നോക്കിയാ, നേരിട്ട് കണ്ടേ, നേരിട്ട് തന്നെ കണ്ടിട്ട് നല്ല രസമുണ്ട്. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഏതാണ്ട് അങ്ങനെ എന്തോ ആണ്, ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന്റെ പേര് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. അതെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യും. ഇതിങ്ങനെ നിൽക്കും. വിന്റർ ആണെങ്കിലും സമ്മർ ആണ്, ഇത് പൊഴിഞ്ഞൊന്നും താഴെ വീഴത്തില്ല. സാരി പറഞ്ഞ പോലെ ഡ്രൈ ആയിട്ട് ഉണങ്ങിയത് കണ്ടോ? ഇതിങ്ങനെ നിന്നോളും. നല്ല രസമാണ് കാണാൻ. കിളികളൊക്കെ ഇടയ്ക്കൊക്കെ തിന്നുന്ന കാണാം, ഒരുപാടൊന്നും തിന്നത്തുമില്ല. ബാക്കിയെല്ലാം ഇവിടെ ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മളാണെങ്കിൽ ഷോപ്പിൽ പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. എന്നിട്ട് ഇവിടെ തന്നെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞങ്ങ് നിൽക്കുകയാണ്. ഇവിടുത്തെ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ട്. എന്താ കൂട്ടാ? ലൂമിയൊക്കെ താഴെ പോയി. ഞങ്ങൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. താഴെ വീണെന്നയോ കൂട്ടം പറയുന്നത്. ക്ലൗഡിഷ് ആണ്, സൺലൈറ്റ് ഒന്നുമില്ല. അത് എന്നും ക്ലൗഡാണ്. പക്ഷെ ഇന്നലെ ചെറിയ ഇതുണ്ടായിരുന്നു, വെളിച്ചമുണ്ടായിരുന്നു. സൂര്യൻ ഇങ്ങനെ വന്നോണ്ടേ അപ്പം ടേക്കേറിൽ വെച്ചിട്ട് എനിക്ക് പറയും, ഓ ദേ ഔറിങ്കോ എന്നൊക്കെ പറയും. ഇവർക്ക് സൂര്യനെ കാണുമ്പോ എന്തോ അതിശയം പോലെയാവും ഇന്റർവ്യൂ. സന്തോഷവും ആകെപ്പാടെയോ ആരാണ്ട് വലിയ വ്യക്തി വന്ന പോലെയാണ് പറയുന്നത്. സൺലൈറ്റ് കിട്ടത്തില്ല, പ്രത്യേകിച്ച് ഈ സമയത്ത്. നല്ല സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാലും കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. അതെ, കാരണം ഈ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയമാണിത്. കാരണം ഈ ട്രീയും ഇതൊക്കെ കാണാൻ നല്ല ഹെവൻ പോലെ ഇരിക്കും. നമ്മള് പറഞ്ഞില്ലേ ആദ്യമേ, അതുപോലെ തന്നെ ശരിക്കും ഞങ്ങൾക്ക് തന്നെ എത്ര കണ്ടാലും മതി വരത്തില്ലേ. അത് എത്ര കണ്ടാലും മടുക്കത്തുമില്ല, നമ്മുടെ എക്സൈറ്റ്മെന്റ് മാറത്തില്ല. നേച്ചർ അത്ര ബ്യൂട്ടിഫുൾ ആണ്, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. കുറച്ച് ദിവസം ആണെന്നുണ്ടെങ്കിൽ സ്നോ ഇങ്ങനെ കുറവായിരുന്നു. അപ്പൊ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരുന്നല്ലേ സ്നോ കാണാതെ. അപ്പൊ പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കമന്റ്സിലൊക്കെ ഇങ്ങനെ വന്നിട്ട് കമന്റ് ഇടും, സ്നോ കാണാൻ ആദ്യത്തെ ആ ഒരു ഇതൊക്കെ കാണത്തുള്ളൂ, അത് കഴിയുമ്പോഴത്തേക്കൊന്നും ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാവത്തില്ല, ഭയങ്കര ദുരിതമായിരിക്കും, അതായത് ഇതായിരിക്കും എന്നൊക്കെ. സ്നോ ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഡിസംബറിലൊക്കെ ഇച്ചിരി 1-2 ദിവസം ഒന്നും സ്നോ ഇല്ലായിരുന്നു. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് സ്നോ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതായത് ആ സമയത്ത്, അതായത് വിന്ററിന്റെ സമയത്ത് സ്നോ ഉണ്ടായിരിക്കണം, അതെ, സമ്മറിന്റെ സമയത്ത് സൺലൈറ്റ് ഉണ്ടായിരിക്കണം, പച്ചപ്പായിരിക്കണം, അല്ലെ, നല്ല ചൂടായിരിക്കണം. അതുപോലെ ഓരോ വെതറും അതുപോലെ തന്നെ ആയിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. എല്ലാ വെതറും എൻജോയ് ചെയ്യാൻ പറ്റും, ഒരേപോലെ ആയിരിക്കും എപ്പോഴും. മഴയും കാകപ്പാട് നമ്മുടെ നാട്ടില് വ്യത്യാസമായിട്ട് വന്ന മഴ മാത്രമാണ്. അതെ, വിന്റർ എന്നൊക്കെ പറയാനൊന്നും ഇല്ല. നമുക്ക് ഡിസംബർ മാസത്തിൽ ചെറിയൊരു തണുപ്പുകൾ. അത് പണ്ടൊക്കെ ആയിരുന്നു അത്രയും തണുപ്പൊക്കെ തോന്നി. പക്ഷെ ഈ പ്രാവശ്യം ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോ തണുത്ത് വിറച്ച് കണ്ടോണ്ട് അവരും അവിടെ നിന്ന് തണുത്ത് വിറക്കുകയാന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിൽ എപ്പോഴും എന്താണ്, ചൂട് തന്നെയാണ് അല്ലേ, എപ്പോഴും ചൂട് തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാ കാലാവസ്ഥയും കാണാൻ പറ്റും, നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യാൻ പറ്റും. ബോറടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറടിക്കുന്ന സമയമൊക്കെ ഉണ്ട്. വിന്റർ തീരുന്ന ആ സമയം ഉണ്ടല്ലോ, ഏകദേശം ആ സ്പ്രിങ് തുടങ്ങുന്നതിന് മുന്നേ, ആ സമയം. പിന്നെ വിന്റർ തുടങ്ങുന്നതിന് മുന്നേ ഭയങ്കര ഡാർക്ക് ആയിരിക്കും. ഡാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഡാർക്ക്. ഇപ്പൊ ആണെങ്കിൽ രാത്രിയിലൊക്കെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുണ്ട്, സ്നോയുടെ റിഫ്ലക്ഷൻ ഒക്കെ ഉള്ളത്, നീല വെളിച്ചമായിരിക്കും രാത്രി, നല്ലൊരു നീല വെളിച്ചം, ആകാശ സ്കൈയും എല്ലാം ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പം ഈ 1-2 മാസങ്ങളുണ്ടല്ലോ, അതായത് വിന്റർ തീരുന്ന സമയവും പിന്നെ വിന്റർ തുടങ്ങുന്നതിന് മുന്നേ, അപ്പൊ ഈ സമയം ഭയങ്കര ഡാർക്ക് ആയിരിക്കും. ഡാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിയും കാണത്തില്ല, എങ്ങും ഒരു
എന്താണ് നമ്മള് ശരിക്കും ഒരു ഡാർക്ക് അവസ്ഥ തന്നെയാണ് റിയലി. അതെ, അത് മാത്രമാണ് നമുക്ക് ഇഷ്ടമല്ലാത്തത്. ആ പലരും ഞാൻ പറയാറുണ്ടല്ലോ, ഞാനിങ്ങനെ കുട്ടനെ കൊണ്ട് പോകുന്ന സമയത്തൊക്കെ പറയത്തില്ലേ നിങ്ങൾക്ക് പേടി തോന്നാറില്ല. ആരോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പയ്യൻ, എനിക്ക് ആരോ മെൻഷൻ ചെയ്തപ്പോൾ ഞാൻ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് പേര് കമന്റ്സ് ഇട്ടേക്കുന്നു, നമുക്കിങ്ങനെ നിങ്ങൾക്ക് വിഷമമൊന്നും വരാറില്ലേ, ഡിപ്രഷൻ വരാറില്ലേ എന്നൊക്കെ. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇതൊന്നും നേരിട്ട് കാണാൻ ചിലപ്പോൾ പറ്റുമെന്ന് വരത്തില്ല. പകല് രാത്രിയായിട്ടിരിക്കുക, രാത്രിയില് പകല് പോലെ ഇരിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് എത്ര കണ്ടാലും, നമ്മളിപ്പോ എത്ര വർഷമായി ഇവിടെ, നമുക്ക് എത്ര കണ്ടിട്ടും മടുക്കുന്നില്ല. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ആ ഒരു ഇതൊക്കെ എക്സൈറ്റ്മെന്റ് അല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് പിന്നെ മടുക്കത്തില്ലെന്ന്. ഒരിക്കലും മടുത്തിട്ടില്ല, ഇതുവരെയും മടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നോ വരുന്നത്, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. സ്നോയുടെ ആ സമയത്ത് സ്നോ തന്നെ വേണം. എപ്പോൾ സ്നോ വീണാലും ഞങ്ങൾ വെളിയിൽ ഇറങ്ങും, എൻജോയ് ചെയ്യും, കുട്ടനുമായിട്ട് കളിക്കും. ശരിക്കും ഞങ്ങളാണോ കുട്ടിയോ അവളാണോ കുട്ടിയെന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്തൊരിതിലാണ് ഞങ്ങൾ രണ്ടുപേരും അല്ലേ. ആരെക്കാളും മുന്നേ ഞാൻ വന്നതാണ്, ഞാൻ ഇവിടെ ഇപ്പൊ 8 വർഷമായി. അതെ, എന്നിട്ട് എനിക്ക് ഇതുവരെ മടുത്തിട്ടില്ല. ഒറ്റയ്ക്കുണ്ടായിരുന്നു വിനോദ് കുറെ കാലം, എന്നിട്ട് വിനോദിനും എടുത്തിട്ടില്ല. പിന്നെ എടുത്തിട്ടില്ല. പിന്നെ ഇവര് വന്നപ്പോഴത്തേക്ക് പിന്നെ ഫുൾ എൻജോയ്മെന്റ്. അന്നത്തെ സമയത്ത് എനിക്കെന്താണ്, ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാറൊന്നും ഇല്ലല്ലോ. പോകും, വീട്ടിൽ ഇരിക്കും, കഴിക്കും, ജോലിക്ക് പോകും, ഇതൊക്കെ തന്നെ. എനിക്ക് അയച്ചു തരുന്നുള്ള അല്ലാതെ വീഡിയോസ് ഒന്നും വീഡിയോ എടുക്കത്തില്ല. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണല്ലോ വീഡിയോസും എല്ലാം എടുക്കാനും നമ്മുടെ ചാനൽ തുടങ്ങിയതും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയത്. ഈ ഭാഗത്തോട്ട് നോക്കി, നമ്മുടെ വണ്ടിയുടെ ആ ഭാഗത്തോട്ടൊന്നും സ്നോ വീണിട്ടില്ല അല്ലേ. അതെ, ഇത്രയും ഭാഗത്ത് വണ്ടി കിടന്നെടുത്ത് ബാക്കി ഭാഗത്തൊക്കെ ഇങ്ങനെ സ്നോ വീണിട്ടുണ്ട്. കാരണം കുറച്ച് ദിവസം എല്ലാം പോയിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ വീണതുകൊണ്ട് ഇപ്പൊ വീണതാ. ഇനി ഇത് മെൽറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം മൈനസ് തന്നെയാണ്. ഇൻ കേസ് 2-3 ദിവസം അടുപ്പിച്ച് 0 1 2 1 2 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉരുകിപ്പോ. പ്ലസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പ്ലസ് ആയി എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. 2-3 ദിവസം അടുപ്പിച്ച് പ്ലസ് ആയി കഴിഞ്ഞാൽ എല്ലാം ഉരുകി ചളിപൊളിയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഉരുകുന്ന സമയത്ത് വെള്ളവും ചെളിയും എല്ലാം കൂടെ. അതെ, നമ്മൾ കാണിക്കാറുണ്ട്. പലരും നമ്മളോട് പറയും നിങ്ങൾ വിന്ററിന്റെ ആ ഒരു സൈഡ് എഫക്ട്സ് എന്താ കാണിക്കാത്തതെന്ന്. നമ്മൾ കാണിച്ചിട്ടുണ്ട്, പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്, തെന്നി വീഴുന്നതും ഒക്കെ. പിന്നെ കൂടുതലും നമ്മൾ എൻജോയ് ചെയ്യുന്നത് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാനാണ് ഇഷ്ടം. എനിക്കെപ്പോഴും നമ്മുടെ എന്താണ് പോസിറ്റീവ് സൈഡ് കാണിക്കാനാണ് ഇഷ്ടം. നെഗറ്റീവ് നമുക്കിപ്പോ എനിക്ക് കാണിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ എന്ത് പോസിറ്റീവ് ഉണ്ടോ അതാണ് കാണിക്കുന്നത്. നെഗറ്റീവ് ഉള്ളത് നമ്മൾ കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? നമ്മൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, മനസ്സിലായില്ലേ? നമ്മൾ സേവ് ചെയ്ത് വെക്കാനും കാണാൻ ഇഷ്ടപ്പെടുന്നതും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെ, എല്ലാവരുടെ ലൈഫിലും ഉണ്ടല്ലോ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളിങ്ങനെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പല സമയത്തും മറിഞ്ഞു വീഴാറുണ്ട് സ്നോയില്. അതിപ്പോ നമ്മള് അറിഞ്ഞോണ്ടിരിക്കുന്നുണ്ടോ എപ്പോഴാ വീഴാൻ പോകുന്നതെന്ന്, അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിന്റെ കാര്യങ്ങളാണല്ലേ, അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഭയങ്കര കൗതുകമാണ്. എനിക്കൊന്നും പേടി ഇതേവരെ തോന്നിയിട്ടില്ല. ഞാനാണെ വളരെ നല്ല വെളുപ്പാങ്കാലത്തൊക്കെ പോയിട്ടുണ്ട്, നടന്നു പോയിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് അങ്ങേയറ്റം വരെ ആ ഭാഗത്തോട്ടൊന്നും ഒരു സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, ഒന്നുമില്ല, വീടുകളും ഇല്ല. ഇങ്ങനെ പാടമാണ്, ഫുള്ള് ഇങ്ങനെ പാടം. പിന്നെ കുറച്ച് ആ ഡേക്കറിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് കുറച്ച് വീടുകളൊക്കെ ഉള്ളത്. അതിനുള്ളിലാണെങ്കിൽ ആരുമില്ല, ആളൊഴിഞ്ഞ വീട് മാത്രമുണ്ട്. പിന്നെ പാടത്തിന്റെ അപ്പുറത്തെ സൈഡുകളിലൊക്കെ ആയിട്ട് കുറച്ച് വീടുകളൊക്കെ. ഇവിടെ ഇന്നേ വരെ നമുക്കൊരു സേഫ്റ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മളെന്ന് മാത്രമല്ല, ഈ ഗ്രാമത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഞങ്ങളെ അറിയാം, എല്ലാരെയും അറിയാം. നമ്മുടെ നാട്ടിലേക്ക് ഗ്രാമം പോലാണ്. ഇവിടെ ഉള്ളവരെല്ലാം ഫ്രണ്ട്ലി ആണ്. സിറ്റി ലൈഫ് അല്ല ഇവിടെ. കാരണം ഇവിടെ ഉള്ളവർ ഫ്രണ്ട്ലി ആണ്, അങ്ങോട്ട് പരസ്പരം അറിയാം. എന്തെങ്കിലും ഒരു ഇത് നടക്കുമ്പോഴത്തേക്ക്, വിശേഷം നടക്കുമ്പോൾ എല്ലാരെയും കാണും, സംസാരിക്കും. വഴി വെച്ച് കാണുമ്പോഴേ ആൾക്കാർ മിണ്ടും. അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും കൂടുതലായിട്ടും അറിയാം. ഇവിടുത്തെ കുട്ടികളുടെ എല്ലാം പേരൻസിനെല്ലാം എന്നെ അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്, നമുക്ക് യാതൊരു പ്രശ്നവും എങ്ങും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് വരുന്നത്. ഏവക്കുട്ടനാണെങ്കിൽ പലരും ചോദിക്കാറുണ്ട്, ചേച്ചി കുഞ്ഞിന് പേടി വരത്തില്ലേ, ചേച്ചിക്ക് പേടിയില്ലെങ്കിൽ കുഞ്ഞിന് പേടി വരത്തില്ലേ. അവളാണെങ്കിൽ ഒരു കുഞ്ഞിനെന്താ പേടിയാ? ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ കാഴ്ചകളും കണ്ടു കണ്ടാണ് പോകുന്നത്. അവള് ഈ ഒരു കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു വളരുന്നോണ്ടായിരിക്കും അവൾക്കൊരു പേടിയോ ഇരുട്ടിനെ അങ്ങനെ ഒരു പേടിയായിട്ടൊന്നും എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സേഫ്റ്റിയുടെ ആയിട്ട് നമുക്ക് ഇന്നേ വരെ, കാരണം ചിലപ്പോൾ ടൗണുകളിലൊക്കെ ഉണ്ടായിരിക്കും. നാട്ടിലാണ് രാത്രിയിലൊക്കെ കുഞ്ഞുനാൾ തൊട്ട് നമുക്ക് ഈ രാത്രി ഇരുട്ടിനെ പേടി. ഇപ്പൊ നമ്മള് പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ വീട്ടിലൊന്നും അകത്തൊരു ബാത്റൂം കാര്യങ്ങൾ അങ്ങനൊന്നും കാണത്തില്ലോ. അപ്പൊ നമ്മള് രാത്രിയിൽ മൂത്രം ഒഴിക്കാനൊക്കെ ഇറങ്ങുന്ന വെളിയിലൊക്കെ ആയിരിക്കും. അപ്പൊ ആ ഇരുട്ടത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് പണ്ടത്തെ കണ്ടിട്ടുള്ള പടങ്ങളും ഇതൊക്കെ പേടിയായിരിക്കും. ആ ഒരു പേടി വെച്ചിട്ട് നമുക്ക് ഇനി ഇരുട്ടിനെ പേടി. പിന്നെ നമ്മുടെ നാട്ടിലെ ആ ഒരു സാഹചര്യങ്ങളും വേറെയാണല്ലോ. അതെ, നമ്മുടെ നാട്ടിലെ വെച്ച് നമുക്ക് ഇവിടുത്തെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പം എന്തെങ്കിലും ഒരു പെങ്കൊച്ച് വഴി കൂടെ പോയാൽ കയറി പിടിക്കുക, അങ്ങനത്തെ ഒന്നും ഒരു പരിപാടിയില്ല കേട്ടോ. അങ്ങനത്തെ ഒന്നും ചെയ്യില്ല. ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സൈക്കിൾ അടിച്ചോണ്ട് പോവോ, ബൈക്ക് അടിച്ചോണ്ട് പോവോ. ഏറ്റവും കൂടുതലുള്ള പ്രശ്നം സൈക്കിള് അതൊക്കെ അടിച്ചോണ്ടൊക്കെ പോകുന്നത്. പിന്നെ കാറോ എന്തെങ്കിലും ഒക്കെ, അതൊക്കെ ഉള്ളു ഇവിടുത്തെ ക്രൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ വലിയതായിട്ടൊന്നും ഇല്ല. ഇരുട്ടിന്റെ കാര്യം
പേടി. വീട്ടിൽ അങ്ങനെ പേടിയൊന്നുമില്ല. ഞങ്ങളൊരു ടോർച്ചും കൊണ്ടാ പോകുന്നത്. ഞാനും ഏവക്കൂട്ടരും ഒരു ടോർച്ച് അടിച്ചുകൊണ്ട് നടന്നു പോകും. ഏവക്കൂട്ടിനെ ചില സമയത്ത് വലിച്ചുകൊണ്ട് പോകും, ചിലപ്പോൾ സ്ട്രോളറെ കൊണ്ടുപോകും. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമുക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ് രാത്രിയിലൊക്കെ ആണെങ്കിൽ. 2 പെൺകുട്ടികളാണ്. രാത്രിയിലൊക്കെ എവിടെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇച്ചിരി താമസിച്ചാൽ മതി. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പേടിയാണ്. ഇവിടെ ഒന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ കുട്ടികൾ തന്നെ തനിയാണ് പോകുന്നത്. അന്നെ ഒറ്റയ്ക്കാണ് പോകുന്നത്. അന്നെ എത്ര ദൂരം നടന്ന് സ്കൂളിലോട്ട് പോകുന്നത്. അതെ, ഇവിടെ അന്നെ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ കുട്ടികളും നടന്ന് സ്കൂളിലേക്ക് പോകും. ഒരു പ്രശ്നവും ഇല്ല. ഇനി ഏമ വളർന്നു കഴിഞ്ഞാൽ ഏമ പോകും. അങ്ങനെ തന്നെ ആയിരിക്കും. അതെ, ഏവയ്ക്ക് ഇപ്പൊ അറിയാം, വഴി അറിയാം. ഞാനിപ്പോ ഏവയെ പറ്റിക്കാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ നമ്മുടെ ഇങ്ങോട്ട് ഓടിക്കുമ്പോ ഞാൻ വേറെ വഴി പോകും. അപ്പൊ പറയാം, അച്ഛൻ ഇങ്ങനല്ല, അങ്ങോട്ടോ പോണ്ട വീട്ടിലോട്ടെന്ന് പറഞ്ഞ്. മനസ്സിലായില്ലേ? നമ്മളപ്പോ നമുക്ക് മനസ്സിലാക്കും അവർക്ക് വഴി അറിയാം, അവര് എല്ലാം പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവേ. ഞാൻ കൂടുതലും നടന്നു തന്നെ അവളെ കൊണ്ട് പോകുന്നതാണ്. ഓരോ കാര്യങ്ങൾ കണ്ടും കാഴ്ചകൾ കണ്ടും എല്ലാം പറഞ്ഞു കൊടുത്തും മനസ്സിലാക്കി ഏതിലേക്കാണ് നമ്മൾ നടക്കേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ഇവിടെയൊക്കെ സ്കൂളിൽ ഡേ കെയറിൽ തൊട്ടേ കുട്ടികൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കും. റോഡ് നിയമങ്ങൾ വരെ കുട്ടികളെ പഠിപ്പിക്കും. നമ്മളിപ്പം കുഞ്ഞുങ്ങളെയും കൊണ്ട് എല്ലാ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ പുറത്തൊക്കെ പോകും നടക്കാനായിട്ട്, വെളിയിൽ കാഴ്ചകളൊക്കെ കാണാനും പ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ കാണാനായിട്ടും. കാരണം ഇവിടെ വെതർ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പ്രകൃതിയിൽ വരുമല്ലോ. അപ്പൊ അതൊക്കെ കുഞ്ഞുങ്ങളെ കാണിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും കുഞ്ഞിലെ മുതൽ ഇങ്ങനെയാണ് പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു റോഡാണ്. അപ്പം അവിടെ വന്നിട്ട് നമ്മളിവിടെ നിന്നിട്ട് എന്തൊക്കെ നോക്കണം, എന്തൊക്കെ ചെയ്യണം, അങ്ങനെ വണ്ടി വരുന്നുണ്ടോ അല്ലെങ്കിൽ സൈക്കിൾ വരുന്നുണ്ടോ, നമ്മൾ എവിടെ വെയിറ്റ് ചെയ്യണം, ഇതെല്ലാം കുട്ടികൾക്ക് ഇങ്ങനെ വലിയ കുഞ്ഞിലെ മുതൽ പറഞ്ഞു കൊടുക്കും. അപ്പൊ കുഞ്ഞിലെ മുതൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് അവര് എന്താണ് വലുതാവുമ്പോ അത് ശരിക്കും ഫോളോ ചെയ്യാൻ തുടങ്ങും. കോപ്പി ചെയ്യാണ്. കുഞ്ഞുങ്ങൾ പഠിക്കുമല്ലോ, വലിയവരെ കോപ്പി ചെയ്യും. നമ്മൾ എന്താണോ ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് മാത്രമല്ല പഠിത്തം അല്ലേ. നമ്മള് എല്ലാം പഠിക്കണം, A to Z എല്ലാം പഠിക്കണം. വിദ്യാഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാനും വരെ പഠിപ്പിച്ചു കൊടുക്കും ഇവിടെ സ്കൂളുകളിൽ. മനസ്സിലായോ? സ്വന്തമായിട്ട് ഫുഡ് എടുക്കലും സെർവ് ചെയ്യലും. ഞങ്ങളിവിടെ പല കാര്യങ്ങളും ഇപ്പം കുഞ്ഞുങ്ങളെ ആണെന്നുണ്ടെങ്കിൽ ക്രിസ്മസിന്റെ ടൈമിൽ നമ്മൾ വിപ്രക്കാക്കും ഒക്കെ കുഞ്ഞുങ്ങളെ തന്നെയാണ് ഉണ്ടാക്കിയത്. എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിക്കുക എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. സ്കൂളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവര് എല്ലാ കാര്യങ്ങളും അവരുടെ ചെയ്യാനുള്ള ആ ഒരു അവരെ പ്രാപ്തരാക്കി എടുക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഞാനിങ്ങനെ പറഞ്ഞില്ലായിരുന്നു എനിക്ക് എന്തോ ഒരു സാധനം സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത്. അപ്പൊ നമുക്കറിയത്തില്ല, ഇവിടെ സ്റ്റിച്ചിങ് അറിയാത്ത ആരും ഇല്ല. ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലെ എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. തയ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം. നമുക്ക് എന്തെങ്കിലും തയ്ക്കണമെങ്കിൽ നമ്മൾ തയ്യക്കടയിൽ കൊണ്ടുപോകണം. ഇവിടെ ഒരു തയ്യക്കട പോലും കാണാനില്ല എന്നുള്ളതാണ്. സ്മാർട്ട് യൂസ് ചെയ്യുന്ന കാര്യം എനിക്കായിട്ട് സംസാരിച്ച ഭയങ്കര ഞാൻ പറയാം, എനിക്ക് സ്വിമ്മിങ് പോലും അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഇവിടെ സ്വിമ്മിങ് ഒന്നും അറിയാത്ത ആരുമില്ല. ഇവരോട് സ്വിമ്മിങ് അറിയില്ല എന്ന് പറയുന്നത് എന്തൊരു നാണക്കേടാന്നറിയാം നമുക്ക്. കണ്ണു തള്ളിപ്പോയി. എന്നോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോവാന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാനാണെ പറഞ്ഞു എങ്കിൽ അവിടെ വെച്ച് ഞാൻ നിന്നോട് ബൈ ബൈ പറയും, പിന്നെ നമ്മൾ ഒരിക്കലും കാണത്തില്ല. കാരണം നമ്മള് ആലപ്പുഴന്ന് വന്നതാണ്, മൊത്തം നദികളാണ് അവിടെ എല്ലാം. തോട് നദിയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് നീന്താൻ അറിയത്തില്ല. സ്വിമ്മിങ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത് സ്കൂളിൽ പഠിക്കും. സ്കൂളിൽ മുതലാണെന്ന് തോന്നുന്നല്ലേ. പക്ഷെ ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയോടും കൊച്ചിനെ പോലെ സ്വിമ്മിങ് പഠിക്കാൻ നോക്കും. നമ്മളങ്ങനെ സ്വിമ്മിങ്ങിനൊന്നും പോകാത്തോണ്ട് ഏവയ്ക്ക് അറിയത്തില്ല. ഇനി സ്കൂളിൽ പോയിട്ട് ഏവ തനിയെ പഠിക്കേണ്ടി വരും സ്വിമ്മിങ് ഒക്കെ. അതെ, അപ്പൊ അങ്ങനെ എന്തെല്ലാം കുറവുകൾ നമുക്കുണ്ടെന്നറിയാമോ നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു എഡ്യൂക്കേഷന്റെ പ്രശ്നമാണ് നമുക്കതൊക്കെ. നമുക്ക് പല കാര്യങ്ങളും അന്ന് പഠിപ്പിക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ, കുറവുകൾ, നാണക്കേടുകൾ നമുക്ക് മറ്റൊരു നാട്ടിലേക്ക് വന്നു കഴിയുമ്പം അവരോടൊപ്പം നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകും നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല എന്നുള്ള എന്തൊരു നാണക്കേടാന്നറിയാം അതൊക്കെ. അപ്പം കുട്ടികൾക്കൊക്കെ ഇവിടെ എല്ലാ കാര്യങ്ങളും കുഞ്ഞിലെ, കാരണം കുഞ്ഞിലെ ആയിരിക്കുമ്പോൾ ഇവരെല്ലാം വേഗം പഠിക്കും. മനസ്സിലായോ? അത് ഇന്നലെ അവർ പറയുമായിരുന്നു, ഏവക്കുട്ടൻ 3 ലാംഗ്വേജ് ഇപ്പൊ സംസാരിക്കുമല്ലോ. ഒന്നുമില്ല ഇംഗ്ലീഷ് അത്ര നന്നായിട്ടൊന്നും അല്ലെങ്കിലും ഇത്രയും കുഞ്ഞല്ലേ, അപ്പൊ അതില് അവള് അത്യാവശ്യം നല്ല രീതിയിൽ പറയും. ഭയങ്കര ക്യൂട്ടായിട്ടാണ് പറയുന്നത്. പെട്ടെന്ന് സിസ്റ്റർ എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കാം. സിസ്റ്റർ ഭയങ്കര ക്യൂട്ടായിട്ട് താങ്ക് യു സോ മച്ച് പറയാനും അത്യാവശ്യം ചെറിയ രീതിയിൽ ഇംഗ്ലീഷ് ഒക്കെ പറയാനും പഠിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമ്മുടെ സ്കൂൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ LKG ഒക്കെ വിടാൻ തുടങ്ങുമെന്ന് തോന്നുന്നല്ലേ. എത്ര 5 വയസ്സിലോ അപ്പം മുതൽ പിള്ളേർ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. ഇവിടെ ഏകദേശം 7 വയസ്സൊക്കെ ആകുമ്പോഴേ തുടങ്ങത്തുള്ളൂ, സ്കൂളിൽ തുടങ്ങത്തുള്ളൂ. പക്ഷെ നമ്മള് ചെറുതായിട്ടൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ഫിനിഷ് നല്ലോണം പറയും, മലയാളം നല്ല അടിപൊളിയായിട്ട് പറയും. അപ്പൊ അതും പേടിക്കണ്ട. അപ്പൊ ഏവയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നില്ല അവിടെ നിന്ന്. കുഞ്ഞുങ്ങളാണെങ്കിൽ എല്ലാം വേഗം പഠിക്കും. കൂടെ 3 ലാംഗ്വേജ് ഒക്കെ ഇത്രയൊക്കെ പഠിക്കാനും സൺഡേ മൺഡേ ഒക്കെ പറയും, 1 2 3 പറയും. ഭയങ്കര കളിയാണ്. നമുക്ക് ഷോപ്പിലോട്ട് പോയാലോ? യെസ്, നമുക്ക് പോവാം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളല്ലേ പറഞ്ഞു. ഒരു കാര്യത്തിൽ നിന്ന് കണക്റ്റഡ് ആയിട്ട് വേറൊരു കാര്യത്തിലോട്ട് പോകും, അവിടുന്ന് കണക്റ്റഡ് ആയിട്ട് വേറൊരു കാര്യത്തിലോട്ട് പോകും. നമ്മൾ പ്ലാൻ ചെയ്ത് പറയുമല്ലോ. നമ്മൾ ഇതിനു വേണ്ടിട്ടല്ലോ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അങ്ങനെ സംസാരിച്ചു പോകുന്നതാണ്. നമ്മൾ ആദ്യം തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങൾ ഈ ഭംഗിയൊക്കെ കാണിച്ചാണ്. പിന്നെ എവിടൊക്കെയോ പോയി. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ കമന്റ്സ് ഒക്കെ ഇങ്ങനെ മനസ്സിൽ വരുമ്പോഴത്തേക്ക് ഓരോരുത്തരെ
ക്വസ്റ്റ്യൻസ് ആണല്ലോ, നമ്മൾ അങ്ങനെ ഒരുപാട് ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഓരോരുത്തർക്കും ഒരുപാട് മറുപടികളും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനുണ്ടല്ലോ. അപ്പൊ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞു ഇങ്ങനെ നമുക്ക് വരുന്നതാണ്. അതെ, എന്റെ കൈ ആണെങ്കിൽ തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഗ്ലൗസ് ഇട്ടിട്ടില്ല, നല്ലോണം ചുമന്ന എന്റെ കൈ. ശരിക്കും നല്ല തണുപ്പാണ് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ കയറ്റി വെച്ചേക്കാണ്. എനിക്ക് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല, ഫോണ് പിടിക്കേണ്ടതുകൊണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. തണുക്കുമ്പോഴത്തേക്കുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് ഇതൊക്കെ. നല്ല തണുപ്പത്ത് ഒരുപാട് നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ നിന്നപ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് നല്ല ഫ്രഷ് എയർ ആണെന്നറിയാം ഇവിടുത്തെ. നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആ ഒരു ഫ്രഷ് എയറും കാര്യങ്ങളും. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ, എന്ത് ഭംഗിയാണ്. ഏവക്കുട്ടിയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇതോ ഏവ കണ്ട പിന്നെയും പോയിട്ട് സ്നോ ഇട്ട് ഉരുട്ടുന്നു. ഇവിടെ തണുപ്പെടുക്കാത്ത ഒരേ ഒരു വ്യക്തി ഏവയാണെന്ന് തോന്നുന്നു. എത്ര നേരം വേണമെങ്കിലും കളിക്കാം. ചെറിയൊരു അബദ്ധം പറ്റിപ്പോയത്, അതൊരു അബദ്ധമായിട്ട്. കാരണം അവൾ അതിങ്ങനെ ചെന്ന് തിന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒട്ടിപ്പോകും. കാരണം അത്രയ്ക്ക് തണുപ്പാണ്, എന്നും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ തണുപ്പ് ഇന്നലെ ഭയങ്കരമായിട്ട് കൂടിയപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇവിടെ ആകപ്പാടെ തണുപ്പ് ഇത്രയും തണുക്കാത്ത ഒരു വ്യക്തി ഏവക്കുട്ടി മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് കുഞ്ഞിലേ പോലെ ഈ തണുപ്പത്ത് കളിക്കാൻ തുടങ്ങി, അവള് ശീലിച്ചു പോയി. നമ്മളങ്ങനൊന്നും അല്ല, നമ്മളും ചൂടുള്ള നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളു. പക്ഷെ നമ്മളും അതായത് ശരിക്കും നല്ല രീതിയിൽ ആയിട്ടുണ്ട്. എന്നാലും ഇത്രയും തണുപ്പിൽ നമുക്ക് ഇഗ്ലൂ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയതും. ഇഗ്ലൂന്റെ കാര്യം പറയുമ്പോഴും അത് പറയാൻ തന്നെ മറന്നുപോയി. പലരും കണ്ടു കാണുമായിരിക്കും അതല്ലേ. ഞങ്ങൾക്ക് ശരിക്കും സർപ്രൈസ് ആയി പോയായിരുന്നു ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക്. അതായത് നെതർലാൻഡ്സിലെ വീഡിയോസില്, അതായത് ന്യൂസിൽ അവിടുത്തെ പല ആൾക്കാരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യ ടുഡേയും പിന്നെ വേറെ ആരൊക്കെയായിരുന്നു അല്ലേ, ഏതൊക്കെ വലിയ വലിയ ന്യൂസുകാരും അവര് പോസ്റ്റ് ചെയ്തോട്ടെ. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇല്ല, അവര് ജസ്റ്റ് എന്താണ് അവര് നമ്മുടെ പേരൊന്ന് കമന്റ് ചെയ്തിട്ട് അവരോട് കൊളാബ് ചെയ്താൽ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ കഷ്ടപ്പാടാണല്ലോ അത്. അപ്പൊ നമ്മളായിട്ട് കൊളാബ് ചെയ്താൽ മാത്രമേ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവരുടെ ഗുണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കഷ്ടപ്പാട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. അത് ചെറിയ പണിയൊന്നും അല്ല, അത് നല്ല കഷ്ടപ്പാട്, നമ്മുടെ ഹാർഡ് വർക്കാണ്. എത്ര ദിവസം ഹാർഡ് വർക്കാണ്. പോസ്റ്റ് ചെയ്യാൻ നമ്മളത് കൊടുത്തിട്ടില്ലായിരുന്നു. അതെ, അപ്പം ഏകദേശം എത്രയോ 40 മില്യണോ അതിൽ കൂടുതൽ ആൾക്കാർ അത് കണ്ടു. 46 ഓക്കെ. കോക്കോമലനൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. കോക്കോമലിന്റെ വീഡിയോ നമ്മള് കണ്ടോണ്ടിരുന്ന ഒരു സമയം കോക്കോമലനൊക്കെ അതിൽ കണ്ടിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമന്റ് ഇട്ടേക്കുന്നു. അതൊരു ഭയങ്കര സന്തോഷമാണ്. നെതർലാൻഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ആ ഒരു തുളിപ്പാടം ഇല്ലേ, അതില് മാത്രം ഇങ്ങനെ കണ്ടിട്ടുള്ളതും അങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ ഉള്ളൂ. നെതർലാൻഡ്സ് നമ്മൾ ഇന്നവരെ പോയിട്ടോ ഒന്നുമില്ല. പക്ഷെ അവിടുത്തെ ഒരു ന്യൂസിലൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ വരിക എന്നൊക്കെ പ്രൗഡായിട്ടുള്ള പാടി. എനിക്ക് തണുക്കുന്ന ഐസ് അവിടെ ഇട്ടിട്ട് മതി. എങ്ങനെയൊക്കെ ഉണ്ട്, എല്ലാം ഓക്കെ ആണോ? ഓക്കെ ആണ് കേട്ടോ. ഏവക്കുട്ടി സൂപ്പറാണ് കേട്ടോ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പറ. താങ്ക് യു സോ മച്ച് പറ. കുഞ്ഞിനെ എല്ലാരും തിരക്കിയായിരുന്നു. എല്ലാവർക്കും താങ്ക് യു പറയും. താങ്ക് യു ഉമ്മ. എല്ലാവർക്കും ഉമ്മയുണ്ട്, താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഷോപ്പിലേക്ക് പോവാം. എന്റെ കൈയൊക്കെ തണുക്കുന്ന, അകത്തൊന്ന് ജസ്റ്റ് കേറിയിട്ട് പോയാലോ? ഒന്ന് വാമായിട്ട് പെട്ടെന്ന് അങ്ങ് പോവാം. ഈ മരം ഈസ് കണ്ടോ, സൂപ്പറാണ്. മരമൊക്കെ ഭയങ്കര ഭംഗി. എത്ര പ്രാവശ്യം പറയുന്ന ഒരു വീഡിയോയിൽ തന്നെ മരത്തിന്റെ ഭംഗിയെ കുറിച്ചല്ലേ. കാരണം നമുക്ക് നമ്മളിങ്ങനെ ആലോചിക്കത്തില്ലേ, നമ്മൾ കാണുന്ന ഈ ഒരു ഭംഗി മറ്റുള്ളവരും ഇങ്ങനെ കണ്ടിരുന്നെങ്കിൽ അതെ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്രയും ഭംഗിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്ര എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ പറയുന്നത്. നമ്മൾ കാണുന്ന കാര്യങ്ങൾ മറ്റുള്ളവരും കാണണമെന്ന് നമുക്കൊരു ആഗ്രഹം. അതെ, അതുകൊണ്ട് നമ്മളിങ്ങനെ ആ ഒരു തുടങ്ങി പറയുന്നേ. മനസ്സിലായില്ലേ? ശരി, ബാ നമുക്ക് പോവാം. അകത്ത് കയറി പോവാം. ബാ, എല്ലാരെയും കാണിച്ചു തരാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എല്ലാരും സന്തോഷിക്കട്ടെ. അതെ, അങ്ങനെ എല്ലാരും കാറിൽ കയറി. ഇനി നമുക്ക് ഷോപ്പിലേക്ക് പോവാം. നടക്കുന്നുണ്ടോ? ഉണ്ട്, ചെറുതായി കൂട്ടൻ അവിടെ ഇരിക്കുന്നു. ഓക്കേ, ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. വാവ്, ഇങ്ങോട്ടൊക്കെ വന്നിട്ട് എന്തൊരു ഭംഗിയാണ്. റോഡിൽ മാത്രമേ ഉള്ളൂ സ്നോ ഇല്ലാതെ, ബാക്കി എല്ലായിടവും നല്ല രീതിയിൽ ഇങ്ങനെ സ്നോ വീണിങ്ങനെ. അതെ, വണ്ടികൾ പൊക്കോണ്ടിരിക്കും. സ്കൈ ഒക്കെ ഒരു പ്രത്യേക ഭംഗി, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. പ്രത്യേക ഭംഗിയാണ്. സൺലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണ് ഇങ്ങനെ വേദന എടുക്കും. അതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ അടിച്ചിട്ട് ഭയങ്കരമായിട്ട് വെളുത്തിരിക്കും. പക്ഷെ ഇപ്പഴാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. വാവ്, നമുക്ക് പെയിന്റിങ്സിലൊക്കെ കാണുന്ന പോലെ ഇല്ലേ, മരമൊക്കെ നിൽക്കുന്നുണ്ടോ. ക്രിസ്മസ് ട്രീ പണ്ടൊക്കെ നമ്മൾ സ്വപ്നങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ക്രിസ്മസ് ട്രീ കണ്ടിട്ടുള്ളത്. കോമഡി ആയിരുന്നു ക്രിസ്മസ് ട്രീ. ഇത് എവിടെ നോക്കിയാലും ക്രിസ്മസ് ട്രീ ആണ്, ഭംഗിയാണ് ഭയങ്കര. വാവ്,
കാർട്ടൂണുകളിലും ചിത്രങ്ങളിലും ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു മായാലോകം പോലെ. നമുക്ക് കൗതുകമാണ്, എപ്പോഴും കൗതുകം തന്നെയാണ്, തീരുന്നില്ല നമ്മുടെ കൗതുകം. അതാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതെ, മടുക്കും അല്ലെങ്കിൽ എല്ലാം. ഞങ്ങൾക്ക് ഭയങ്കര കൗതുകമാണ് എപ്പോഴും. കാരണം അന്നത്തെ കാലത്ത് നമ്മൾ കുട്ടികളായിട്ട് ശരിക്കും ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നേരിട്ട് കാണുന്നത്. അപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നമ്മൾ ഭയങ്കര സന്തോഷമാണ് നമുക്കതിൽ. അതുകൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഓരോ കാര്യങ്ങളും. ഈ ഭാഗത്തൊക്കെ കുഞ്ഞു മരങ്ങൾ നിൽപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്തൊരു ഭംഗിയാണ് ആ ക്രിസ്മസ് ട്രീ കാണാൻ. കോണിഫറസ് മരങ്ങളെല്ലാം വിന്റർ ആകുമ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീ ആണ്. സ്നോ വീണ് കഴിഞ്ഞാൽ അത് ക്രിസ്മസ് ട്രീ ആ. പിന്നെ അങ്ങനെ പറയാൻ തോന്നത്തുള്ളൂ. കാടിനുള്ളിലേക്ക് നോക്കി മൃഗങ്ങളൊക്കെ അതേന്ന്. അങ്ങനെ നമ്മൾ ഷോപ്പിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. വെളിയിലോട്ട് നോക്കി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങണ്ടേ, പിന്നെ താമസം എണീറ്റത്. എന്നാലും കാറൊക്കെ ആകുമ്പോൾ നോക്കാണല്ലോ ഉറക്കം. എനിക്ക് ഉറക്കം വരും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ തണുപ്പത്ത് നിന്നിട്ട് പെട്ടെന്ന് ഈ ഹീറ്റർ കിട്ടും. ഹീറ്റർ ഇട്ട് കാറിൽ ഇങ്ങനെ ചൂടാക്കി റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലേ, ഹീറ്റർ ഇങ്ങനെ ചാരി ഇരിക്കുമ്പോഴത്തേക്ക് ഉറക്കം വരും. എനിക്ക് ഉറക്കം വരാണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഹീറ്റാക്കത്തില്ല. ഇച്ചിരി തണുപ്പ് കാണാം, മനസ്സിലായി. അപ്പൊ നമുക്ക് ഉറക്കം വരത്തില്ല നമുക്ക്. കാരണം നമ്മളിപ്പോ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോ നമ്മൾ റിലാക്സ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാല് ചെറുതായിട്ട് നമ്മുടെ കണ്ണടഞ്ഞു പോകും, മനസ്സിലായില്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന സാധാരണ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കത്തില്ല. ഞാൻ സീറ്റൊക്കെ കുറച്ച് ഇങ്ങനെ എന്താണ് മോശമായിട്ട് വെക്കും. അപ്പൊ എനിക്ക് എന്താണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നത്തില്ല. ബുദ്ധിമുട്ടിച്ച് എന്നെ തന്നെ ബുദ്ധിമുട്ടിക്കും ഞാൻ. പിന്നെ ഹീറ്റ് ആണെങ്കിൽ അധികം എന്താണ് ശരിക്കും വാമാകത്തില്ല. ഇവരുള്ളപ്പോ ഞാൻ നല്ല വാമാക്കും. കാരണം ഞങ്ങൾ സംസാരിച്ചതല്ലേ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ വാമാകത്തില്ല, ചെറിയൊരു തണുപ്പുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരത്തില്ല. നമ്മുടെ ബോഡി തണുത്തിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്കുള്ളപ്പോൾ ഞാൻ ഈ ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും ഇല്ല പ്രശ്നം. നമ്മൾ ഉറക്കമൊക്കെ നിന്നിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒന്ന് പരീക്ഷിക്കാം. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ തണുപ്പില്ലല്ലോ. ഇങ്ങനെ തണുപ്പുള്ള നാട്ടിലൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പൊ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഒരിടത്ത് ഇങ്ങനെ സിറ്റ് ചെയ്ത് ഇങ്ങനെ വണ്ടി നമ്മൾ റിലാക്സ് ആയിട്ട് അവിടുത്തെ റോഡുകളുടെ പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ ഒരിക്കലും പറ്റത്തില്ല ഉറങ്ങാനായിട്ടുള്ള. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഒരിക്കൽ പോലും നമ്മൾ കുറ്റം പറഞ്ഞല്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞതാണ്. അല്ല, കുറ്റമായിട്ട് ഇപ്പൊ എന്തോ കുറ്റമല്ല, നമ്മുടെ നാടിന്റെ അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ നാടിന് അങ്ങനെ കുറ്റമായിട്ട് തോന്നിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനുള്ള കാര്യം പറഞ്ഞതേ. അപ്പൊ ഇവിടെ ആണെങ്കിൽ എന്താണ് നല്ല റോഡൊക്കെ നല്ല സ്മൂത്ത് ആണ്, ഒരു പ്രശ്നമില്ല. നമുക്ക് ഉറങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ലോങ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നും കൊലുങ്ങുന്നില്ല. നമ്മൾ കണ്ടില്ല, വണ്ടി ഒന്നും കൊലുങ്ങത്തില്ല. നമുക്ക് എങ്ങോട്ടും നോക്കണ്ട. നമ്മുടെ ഫ്രണ്ടിലൊന്നും അധികം വണ്ടികളൊന്നും ഇല്ല. ട്രാഫിക് ഒന്നും ഇല്ല ഇവിടെ. നോക്കുന്നത് ആ ക്യാമറ ഒന്ന് തിരിച്ചു കാണിച്ചു കണ്ടോ, ഇവിടെ ഒന്നും വണ്ടികളൊന്നും ഇല്ല. അപ്പൊ അതെ, നമ്മള് ഷോപ്പിൽ വന്നപ്പോഴത്തേക്കാണെങ്കിൽ അതിന്റെ വാതിക്കൽ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചേക്കാണ് സാന്താക്ലോസും ലൂമിയുക്കും ഒക്കെ, അതായത് സ്നോമാനും ഒക്കെ. ഏവക്കൂട്ടം അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എന്താ പൊന്നാത്, എന്താ പൊന്നാത് ലൂമിയുക്കോ യോലു പപ്പ ക്രിസ്മസ് സാന്താക്ലോസ് അവള് അങ്ങനെ പറയുന്നേ യോലു പപ്പാന്നും. ലൂമിയുക്കോ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്നോമാൻ. അതൊക്കെയാണ്. അതെ, അപ്പൊ അവളതൊക്കെ കണ്ടോണ്ട് ഓടി വന്നതാണ്. അവിടെ ഒരുപാട് ഓരോന്നിന്റെ ഡിസ്പ്ലേ ഇങ്ങനെ വെച്ചേക്കാണ് ഷോപ്പിന് വെളിയില്. ഇങ്ങോട്ട് വന്ന് കേറിയിട്ട് എന്തൊക്കെ വാങ്ങിക്കണം എന്നറിയത്തില്ലേ, എല്ലാം അടിപൊളി. ലൂമിയുക്കോ ഇവിടെ എന്തൊക്കെ വാങ്ങിക്കണമെന്നുള്ള കൺഫ്യൂഷൻ അല്ലേ. കൺഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാ ഭയങ്കര കൺഫ്യൂഷൻ. ഇവിടെ മുഴുവൻ ക്രിസ്മസിന്റെ സാധനമാണ്. നോക്കി, ഈ ഷോപ്പ് നിറയെ ക്രിസ്മസിന്റെ. അതായത് ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടോ, അത്യാവശ്യം നല്ല വിലയൊക്കെ അതിന് കേട്ടോ. 139 യൂറോയൊക്കെ അതിന്റെ വില. ഫുള്ള് ഇവിടെ ക്രിസ്മസിന്റെ പരിപാടിയാണ്. നല്ല രസമുണ്ടേ മിക്കതും കാണാനായിട്ട്. ഇവിടെ അമ്മയും മോളെ ഇടിയാ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരാൾ അതെടുക്കുന്നു, ഒരാൾ ഇതെടുക്കുന്നു. എല്ലാ വർഷവും വാങ്ങിക്കും, വെറുതെ അവിടെ കൂട്ടി വെക്കും. അത് തന്നെ ആടുന്ന നല്ല രസമുണ്ടല്ലേ ഇത് കാണാൻ.
എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. 13 യൂറോ. ഇവിടെ ആണെങ്കിൽ ഒരാൾ എന്തൊക്കെയാണോ നോക്കുന്നത്. അതെ, എന്തൊക്കെ വാങ്ങിക്കണം എന്നറിയത്തില്ല. ഭയങ്കര കൺഫ്യൂഷനാണ്. കണ്ടിട്ടും മതിയാവുന്നില്ല. കണ്ടിട്ടും പോരാതായി. നല്ല രസമുണ്ടല്ലേ ഈ ക്യാൻഡിൽ ഇങ്ങനെ ഇതിന്റെ മുകളിൽ വെക്കുന്നയാ കത്തിച്ച് വെക്കുന്നത്. ഇതെല്ലാം അതിന്റെ തന്നെയാണ്. പല ഡിസൈനും പല ഭംഗിയിലും എന്തൊക്കെയാ പറയണ്ടെന്ന് അറിയില്ല. അത്ര രസമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ ഈ ക്യാൻഡിൽ കണ്ടോ? നമ്മുടെ എന്താണ് ഈ ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുന്ന ക്യാൻഡില്. ഒരു ക്യാൻഡിലാണ് കേട്ടോ. ഈ ക്യാൻഡിലെ വലിപ്പം കൊണ്ടോ? എന്ത് വലിപ്പമല്ലേ? ഓ ഇത് മത്തങ്ങ ക്യാൻഡില്. മറ്റേ എന്താണ് ഇതിന് വെക്കാൻ പറ്റിയത് എന്തായിരുന്നു? ഹലോവിന്. കാറിന്റെ അല്ലേ? നല്ല രസമുണ്ടേ. ഏവ താഴെയിട്ട് പൊട്ടിക്കല്ലേ കേട്ടോ. അതെ, ഇന്നാള് ഓർമ്മയുണ്ടോ ഏവ കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് എന്തോ പറഞ്ഞ പൊട്ടിച്ചു നമ്മൾ. പക്ഷെ പൈസ കൊടുത്തു. പക്ഷെ ആക്ച്വലി പൊട്ടിച്ചാലും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കുട്ടികളൊക്കെ ആണെങ്കിൽ. പക്ഷെ നമ്മള് കൊടുത്തു. അത് 9 യൂറോ. എന്ത് എക്സ്പെൻസീവ് ആണ്. എല്ലാം ചെറിയ ചെറിയ സാധനങ്ങൾ വരെ ഭയങ്കര എക്സ്പെൻസീവ്. 5 യൂറോ 6 യൂറോ. ഈ ക്യാൻഡിൽ കണ്ടോ? ഇത് ഫിനിഷ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് കത്തിക്കുന്ന ക്യാൻഡിലാണ്. ഫ്ലാഗിന്റെ അതേ കളറിലെ ഇതാണ്. ഇത് അവിടെയൊക്കെ ഇരിപ്പുണ്ട്. അവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ കുറെ ഉണ്ട്. അതെ, പോയാലോ? ഇവിടെ ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ ഈ ഏരിയ ഫുള്ളല്ലേ. ഇതാണ് പൈൻ കോൺ. നമ്മുടെ വീട്ടില് പൈൻ കോൺ ഇല്ലേ? പൈൻ കോൺ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള. ഇതേലും ഇങ്ങനെ കുത്തി കുത്തി വെക്കാൻ പറ്റും ഈ ത്രികോണം പോലെ സാധനത്തില് അല്ലേ? അതിങ്ങനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ക്രിസ്മസ് ട്രീ ആക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കടകൾ മാറി മാറി കയറിക്കൊണ്ടിരിക്കുന്നു. 50 യൂറോ കഴിഞ്ഞു. 54. ഇനി ഇവിടെ ഇനി എത്രാന്ന് കണ്ടറിയണം. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. വേറെ ഷോപ്പിലും കയറി വീഡിയോ ഒന്നും എടുത്തില്ല. ഭയങ്കര തിരക്കായിരുന്നു. ആൾക്കാർ ഇങ്ങനെ വന്ന് പോയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഒരിക്കലും ഇഷ്ടമല്ല ഈ മറ്റുള്ളവരുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറി വീഡിയോ എടുക്കുക. നമ്മുടെ പ്രൈവസി മറ്റുള്ളവരുടെ പ്രൈവസി ഒരുപാട് മാനിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളിപ്പം വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ അവരെ അതിൽ ഉൾപ്പെടുത്തുക. ചിലപ്പോ അത് അവർക്ക് പേഴ്സണലി ഒരു ബുദ്ധിമുട്ടാകും, നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരുപാട് തിരക്കുണ്ടെങ്കിലൊന്നും വലിയ ഷോപ്പുകൾ എടുക്കാറില്ല. അത് അവിടെ നല്ല തിരക്കായിരുന്നു ഇപ്പൊ കയറിയ ഷോപ്പിൽ. ഇപ്പൊ ക്രിസ്മസിന്റെ സീസൺ അല്ലേ? അപ്പൊ ഇന്ന് വീക്കെൻഡും കൂടിയാണ്. കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ ക്രിസ്മസ് ആകാനായി. അപ്പം ഇപ്പൊ എന്താണ് ഇവര് ഓഫറൊക്കെ കൊടുക്കുന്ന സമയമാണ്. അപ്പൊ എല്ലാരും വരും ഷോപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. അതുകൊണ്ടാണ് ഞങ്ങള് അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ. ഇപ്പൊ നമ്മള് വീട്ടിലോട്ട് പോവാണ്. ടയർഡായി. നല്ല എന്താ സമയം ഇപ്പൊ എത്രയെന്ന് നോക്കിയേ കണ്ടോ? 3:30 ആയതേ ഉള്ളൂ. പക്ഷെ ഇരുട്ടായി. നല്ല ഇരുട്ടാ. കുറ്റാക്കുറ്റിരുട്ട്. ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നുമില്ല. എല്ലായിടും ഒരു നീല വെളിച്ചം. കുറ്റാക്കുറ്റിരുട്ട് എന്ന് പറയാനൊക്കെ പറ്റില്ല. സ്നോ ഉള്ളതുകൊണ്ട് ഒരു നീല വെളിച്ചം. അങ്ങനെയാണ്. അതെ, ആ ഒരു നീല വെളിച്ചം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ മറന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അത് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞതാണ്. ഒരു ലൈറ്റ്സ് ഉണ്ടായിരുന്നല്ലോ, അതിങ്ങനെ കത്തുന്നില്ലായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു സോക്കറ്റ് മാറണമെന്ന് പറഞ്ഞില്ലേ, വാങ്ങിക്കാൻ മറന്നു. അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ അത് വാങ്ങിച്ചില്ല. ഞാൻ അവിടെ വെച്ച് പറഞ്ഞത് എടുക്കെന്ന് പറഞ്ഞിട്ട് പോലും എടുത്തില്ല. ഇപ്പൊ നോക്കിയിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് എടുക്കാന്ന് പറഞ്ഞു അവിടെ വെച്ചിട്ട് മറന്നു. വോൾട്ട് അറിയത്തില്ല എത്ര വോൾട്ടിന്റെ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഏവക്കുട്ടനെ ഉറക്കമായി കണ്ടോ. എന്ത് നോണ്ടേ കൊറേ ഗിഫ്റ്റുകളുണ്ടല്ലേ. അന്നയുടെ വീട്ടിലൊക്കെ കൊടുക്കാനുള്ള ഗിഫ്റ്റുകളും പിന്നെ അങ്ങനെ കുറെ സാധനങ്ങളാണ്. ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ളതും. പൊട്ടിപ്പോവല്ലേ ഒന്ന് എന്താ. പിന്നെ എന്റെ സ്വന്തം ആവശ്യത്തിനായിട്ട് വാങ്ങിച്ച ഷൂ. സ്പൈക്സ് ഉണ്ട് ഇതിനകത്ത്. ഭയങ്കര വെറൈറ്റി ആണിത്. മടക്കി വെക്കാം. കാരണം എന്റെ ആണെന്നുണ്ടെങ്കിൽ വിന്റർ ഷൂ ഉണ്ട്. അതായത് ഏകദേശം ഞാൻ ഫിൻലൻഡ് വന്ന സമയത്ത് വാങ്ങിച്ചതാണത്. പക്ഷെ അതാണെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കുന്നതാണ്. എന്നിട്ട് ഭയങ്കര സൗണ്ടാ. സമ്മറിലെങ്കിലും ഇട്ടുണ്ടോ എന്നൊക്കത്തില്ല. ഓഫീസിന്റെ അകത്തൊക്കെ പോകുമ്പോ ഭയങ്കര സൗണ്ട് കേൾക്കും. ഇതാവുമ്പോ നമുക്ക് സമ്മർ ആവുമ്പോ മടക്കി വെക്കാം. ഇത് കൊള്ളാം, വെറൈറ്റി ആണ്. ഇത് കൊള്ളാം. ഇങ്ങനെ വെക്കണം. അപ്പൊ ഞാൻ 40. എന്റെ ആക്ച്വലി 39 40 ഞാൻ വാങ്ങിക്കുന്ന ടൈറ്റ് ആയിട്ടിരിക്കും. ഞാൻ അതുകൊണ്ട് 40 എടുത്തത്. എപ്പോഴും അങ്ങനെ തന്നെ എടുക്കുന്നത്. സൂപ്പറാ, അടിപൊളിയാ.
അപ്പൊ നമുക്ക് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. 130 യൂറോയാണ് ഇതിന്റെ വില. ഇതായിരുന്നു എന്റെ പഴയ ഷൂ അല്ലേ, ഞാൻ ഫിൻലാൻഡിൽ വന്ന സമയത്ത് വാങ്ങിച്ചാണ്. ഇത് സ്പൈക്സ് എല്ലാം ഏകദേശം പോയി, ഇപ്പൊ ഒന്നുമില്ല. റൂട്ടയായിട്ട് നനയും, കാലൊക്കെ നനഞ്ഞിട്ട് തണുക്കാൻ തുടങ്ങും. പിന്നെ ഇതിന് ഈ പുതിയ ഷൂവിന്റെ ഏറ്റവും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസ് കെട്ടണ്ട. ഈസി ആയിട്ടുള്ള ടെക്നോളജി. അതെ, ഈ കെട്ടുന്ന നേരത്തെ ഇത് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ടൈറ്റ് ചെയ്താൽ മതി. ഇത് പിടിച്ച് വലിച്ചാൽ. അതെ, അപ്പൊ ഇങ്ങനെ ഏറ്റവും പാട് ഈ ലേസ് കെട്ടുന്ന അതെ, അതിനേക്കാളും ഇത് കുറച്ച് എളുപ്പമാണ്. ടെക്നോളജി അല്ല, നോർമലി എന്റെ സേഫ്റ്റി ഷൂവിലൊക്കെ അതുള്ള ഇതുണ്ടോ ഇങ്ങനെ, അത് കണ്ടോ സൈഡിലാ, എന്റത് ഫ്രണ്ടില്. നോർമലി എല്ലാത്തിലും ഉള്ളതാണ്. ഇപ്പം വിന്ററിൽ ഈ സമയത്ത് ഇത് ഒരുപാട് നല്ലതാണ്, ഉപകാരപ്പെടും നമുക്ക്. ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങ് പഴയതായത്, പക്ഷെ എന്തൊരു കംഫർട്ടബിൾ ആണെന്നറിയോ, നല്ലതായിരുന്നു, നല്ല ഷൂ ആയിരുന്നു. ഇത്രയും നാൾ ഉപയോഗിക്കാൻ പറ്റി, തണുക്കത്തും ഇല്ലായിരുന്നു, നല്ല ചൂടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അത്. എന്തായാലും ഇനിയിപ്പോ നമുക്ക് മാറ്റാം. ഇനി അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ജസ്റ്റ് കളയുക എന്നുള്ളതേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നല്ലതായിരുന്നു, ഒരുപാട് നാൾ ഉപയോഗിച്ചു. അതെ, ഇതിനാണെങ്കിൽ സ്പൈക്സ് പക്ഷെ ഇളകിപ്പോയി, പലതും ഇളകിപ്പോയി. ഇവിടെയൊക്കെ ഇളകിപ്പോയി കുറെയല്ല, അതുകൊണ്ട് കാല് ചളങ്ങിയിരിക്കും. ഇത് ഭയങ്കര സൗണ്ട് ഒക്കെ കേൾക്കും. ഏവേ പ്രഗ്നന്റ് ആയിട്ടിരുന്ന സമയത്തൊക്കെ ഞാൻ ഇതിട്ടുണ്ടായിരുന്നു, നടന്നിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും ഞാൻ ഇതിട്ടുണ്ട് വീണിട്ടില്ല. ഇത് ഭയങ്കര സ്ലിപ്പറി ആവുന്ന സമയത്തുണ്ടല്ലോ, ഒരുപാട് ഉപകാരമായിരിക്കും. അതെ, പെട്ടെന്ന് വന്ന് ഷടപടേന്ന് ഇച്ചിരി ഫുഡൊക്കെ ഉണ്ടാക്കി അല്ലേ. പ്രത്യേകിച്ച് പേരും പ്രത്യേകിച്ചൊന്നും ഇല്ല, കയ്യെ കിട്ടി എല്ലായിടത്തും വെട്ടിക്കണ്ടിച്ചിട്ടു ഭക്ഷണം റെഡി. ചിക്കന്, പിന്നെ വഴുതനങ്ങ, പിന്നെ കൂണ്, അത് ഇതെല്ലാം കൂടിട്ട് കുറച്ച് ഉള്ളിയുണ്ട്, പിന്നെ ജിഞ്ചറും ഗാർലിക്കും ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത്. അതെ, പിന്നെ ദേ റൈസ്. നമ്മള് വാങ്ങിക്കൊണ്ട് വന്ന ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നോക്കുമായിരുന്നു ഇതിന്റെ നീളമൊക്കെ. എന്തോരം ലൈറ്റ്സ് ആണ് ഇതിനകത്തെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. വാവ്, അടിപൊളി. നമ്മുടെ ക്രിസ്മസ് ട്രീ കിടക്കുന്ന അത്ര പോലെ തന്നെ ഇങ്ങനെ ഡിസ്കോ ചെയ്ത ഡാൻസ്, ഡിസ്കോ ചെയ്യുന്ന ലൈറ്റ്സ്, ഡിസ്കോ ലൈറ്റ്. ഇതിലാണ് ഒരുപാട് ലൈറ്റ്സ് അടുപ്പിച്ചടുപ്പിച്ചായിട്ട് മുല്ലപ്പൂ കെട്ടിയിട്ടേക്കുന്ന. ഓക്കെ, ഇനി അതുകൂടെ കുത്തി നോക്കാം, പറയാം. കണ്ടോ, അത് കുറച്ചുകൂടെ ഇങ്ങനെ ഡാർക്ക് ഫെയറി ലൈറ്റ്സ്. ഇതെല്ലാം വാം ലൈറ്റാ, കൊള്ളാം. നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് വന്നു, ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇപ്പൊ സമയം 5:30 വൈകുന്നേരം 5:30 ആയിട്ടുണ്ട്. യോലുപ്പ വരും അല്ലേ, എപ്പോ വരുമെന്ന് അറിയത്തില്ലടാ. അപ്പം എന്തേ, നമ്മളാണെന്നുണ്ടെങ്കിൽ ഏവക്കുട്ടൻ്റെ പ്ലേ ഹൗസിന്റെ വെളിയിൽ ഫെയറി ലൈറ്റ്സ് ഇടാൻ പോവാണ് അല്ലേ. എന്താ, ഇവിടെയാണ് ഇങ്ങനെ ഇടാൻ പോകുന്നത്. അതെ അല്ലേ, അതിനകത്ത് ലൈറ്റ് ഇടാം, നമുക്ക് ഇടാം. ഇപ്പൊ എല്ലാം സെറ്റ് ആകാം. ലൈറ്റ് കൂടെ ഇട്ട് കഴിയുമ്പോ അകത്ത് വിടാം. ഇപ്പൊ വെളിയിലത്തെ സെറ്റ് ആക്ക്. ഏവക്കുട്ടൻ്റെ അകത്ത് കയറുന്ന പാട്ടൊക്കെ പാടുന്നു. മതി, മതി, ഫ്രണ്ടിൽ മാത്രം മതി. അത്രേ കാണത്തുള്ളതാ ആക്ച്വലി. ആദ്യം ഫ്രണ്ടില് ഈ നടുക്കൊരെണ്ണം അടിക്ക്, ഒരാണി അടിക്കും നടുക്ക് മുകളില്. എന്നിട്ട് അവിടെ അതിന്റെ ആ ലൈറ്റിന്റെ സെന്റർ ഇങ്ങനെ അവിടെ തൂക്കണം. എന്നിട്ട് ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരേപോലെ പോകും. ഞാൻ ദേ ഫോണിനകത്ത് ഫ്ലാഷ് എടുത്തിട്ടുണ്ട്. നമ്മുടെ വെട്ടം ഇവിടെ കുറവാണ്. വെട്ടം കുറവുള്ളത് തന്നെ നല്ലത് അല്ലേ. കുറച്ച് മുകളോട്ട് ഹൈറ്റ് വേണം. അവിടെ പിടിക്കണം. അതെ, പിടിച്ചോണ്ട് നിന്നാ മതി. സ്ക്രൂ അടിച്ചിട്ട് നമുക്കിത് തൂക്കാനുള്ള സെറ്റപ്പ് ചെയ്തെടുക്കണമല്ലോ. ആ വൈറ്റ് ഭാഗത്ത് ഞാൻ അങ്ങോട്ട് മുകളിലോട്ട് ചേർത്ത് ഇങ്ങനെ തണുക്കുന്നു. അവിടെ അല്ല, താഴെ. എന്നാലേ ആ സ്നോ വീഴാതെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. സ്നോ വീണ് കഴിഞ്ഞാൽ വെട്ടം വാങ്ങിപ്പോവും. മതി. ഇനി രണ്ട് സൈഡിൽ താഴെ ഇവിടെ ഓരോന്നടിക്കും. നമ്മുടെ ലൈറ്റ്സ് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണ്. ഏവക്കുട്ടൻ ദേ ഇവിടെ എന്തോ ഉണ്ടാക്കുന്ന പൊന്നാ, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും അല്ലേ.
മണ്ണ് കൂട്ടി അതിന്റെ മുണ്ടയിൽ എന്തോ വെച്ചിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാന്ന് പറയുന്നത്. മണ്ണല്ല, മഞ്ഞ്, സ്നോ കൂട്ടി വെച്ചിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമോ കുഞ്ഞ്? കണ്ടോ? വാവ്, ഇത്രയും ആയി. എന്തൊരു വലുതാന്ന് നോക്കിയാ, എനിക്ക് വയ്യ. ലൈറ്റിന് ഇട്ട് കഴിയുമ്പോ കാണാം എങ്ങനെ ഉണ്ടാവും. ഇത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, തണുക്കുന്നു. നല്ല നോക്കി ഇട്ട് കഴിയുമ്പോ നോക്കാലോ അല്ലേ? അതെ, എല്ലാം പെർഫെക്റ്റ് ആക്കാണ്. ചവിട്ടിയില്ലല്ലോ, അതെ ഇവിടെ അല്ലേ അത്. ആദ്യം ചവിട്ടിയില്ല, ചവിട്ടത്തില്ല. കുഞ്ഞിന്റെ അല്ലേ, എങ്ങനെ ചവിട്ടാനാ? ചവിട്ടത്തില്ല. എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ കുഞ്ഞ്. താങ്ക് സോ മച്ച് പൊന്ന. നമ്മളൊരു കണക്കൂട്ടെല്ലാം അങ്ങ് വാങ്ങിച്ചതാണ് ഇതിലിങ്ങനെ ഇത്ര ഇങ്ങനെ ഇടാനായിട്ട്. ബാക്ക് സൈഡിലൊന്നും ഇല്ല. ഓഹിയേനോ ഓ വേണ്ട, നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ മാത്രം മതി. ഇല്ല, ഇപ്പൊ അലുത്ത് പോകത്തില്ല. ഇപ്പൊ നല്ല തണുപ്പാ, അതുകൊണ്ട് ഇനി ഒന്നും അലുത്ത് പോകത്തില്ല. കണ്ടോ കുഞ്ഞിന്റെ ക്രിസ്മസ് ട്രീ കണ്ടോ കൂട്ടി വെച്ചേക്കുന്നത്? ആയത്തിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ കുഞ്ഞ്. എന്തൊരു നല്ല കുഞ്ഞാന്നറിയാവോ. ആയത്തിക്ക് വേണ്ടി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി തരും. കഷ്ടപ്പെടുവാ കിടന്നു കണ്ടോ ഈ കുഞ്ഞു പ്രായത്തില്. മതി കുഞ്ഞിന്റെ ക്രിസ്മസ് ട്രീ ചവിട്ടി കളയല്ലേ അച്ഛേ? ഓക്കെയാ, ചവിട്ടി കളയല്ലേ? ഇനി കത്തിച്ച് നോക്കാം. ഇത്രയും മതിയോടാ, അത്രയും മതി. ഇനി വേണ്ട. സൂപ്പർ അല്ലേ? ഇനി ഡിസ്കോ കളിക്കുന്ന ലൈറ്റ് ആക്കിക്കച്ചേ. ഏത് സ്റ്റൈല് വേണേലും വെക്കും അല്ലേ? ഡിസ്കോ എങ്കിൽ ഡിസ്കോ. മതി, ഇതും കൊള്ളാം. പിന്നെ വേറെ ഏതാ നോർമലായിട്ട് കത്തി കിടക്കുന്നത്? ഇതും നല്ലയാ, ഇങ്ങനെ നോർമലായിട്ട് കത്തി കിടക്കും. ഇതും കൊള്ളാം, ഇത് രസമുണ്ട്. നൈസ്, എല്ലാം കൊള്ളാം. ഇത് വേണ്ട, ഇത് വേണ്ട. സ്ക്രൂവോ? എവിടത്തേക്കാ? നമ്മൾ ലൈറ്റ് മാറ്റാൻ പോവാണേ, ചേഞ്ച് ചെയ്യാൻ പോവാ. ഞങ്ങൾക്ക് അങ്ങോട്ട് ആ ഒരു കളറ് എന്താ പറയുന്നേ, വീഡിയോയിൽ അതിനങ്ങോട്ട് വാമായിട്ട് തോന്നുന്നില്ല. അല്ലേ? വീഡിയോ തോന്നുന്നില്ല. വീഡിയോയിലൊരു വെള്ള വെട്ടം. ഇതിനൊരു മഞ്ഞ വെട്ടോ അല്ലേ? ചെറിയൊരു മഞ്ഞ വെട്ടോ ഇതിനൊരു വെള്ള വെട്ടോ. ഐ ആം കൺഫ്യൂസ്ഡ്. പ്ലാനുകൾ ഇങ്ങനെ മാറ്റി 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 ഞങ്ങൾ പല രീതിയിൽ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് സംതൃപ്തി കിട്ടുന്നില്ല. അതെ, സാറ്റിസ്ഫാക്ഷൻ ആ മെയിൻ. ഇച്ചിരിയുടെ വലിച്ചിട്, ലൂസാ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ മാറ്റി മാറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇട്ടാൽ കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നുള്ളത്. ഇപ്പൊ രണ്ടാമത്തെ ലൈറ്റാണ് ഇപ്പൊ ഇട്ടോണ്ടിരിക്കുന്നത്. ആദ്യത്തെ മാറ്റി. ഭ്രാന്താണെന്നോ ഈ തണുപ്പത്ത്? അല്ലേ? എല്ലാരും ഒരേ കണക്ക്. അതേ ഒരെണ്ണത്തിനെ കണ്ടില്ലേ ഇവിടെ കിടന്ന് കാണിക്കുന്നത്? കിളി പോയി കിടക്കുന്ന ഫാമിലിയാണോ എന്ന് സംശയം. കണ്ടു സൂപ്പർ. ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ കുണ്ടി തണുക്കും. ആദ്യത്തെ കുണ്ടിക്ക് തണുക്കും. എപ്പോ സ്നോ കണ്ടാലും അവിടെ ഇരിക്കാൻ പറയും എന്നോട്. ഇഷ്ടം കൊണ്ടാ, സ്നേഹം. ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി, ആദ്യത്തെ കൂളാക്കാനാ. വാവ്, ഇപ്പൊ കൊള്ളാം, അടിപൊളിയാ. ഇനി കുത്തി കഴിഞ്ഞു കഴിഞ്ഞാ നമ്മുടെ ലൈറ്റ് സെറ്റ് ആയിരിക്കും. കുത്തിക്കോ. വാവ്, ദാ നോക്കിക്കേ, എല്ലാ സ്റ്റൈലും കൊള്ളാം. ഓ, ഇത് വേണ്ട, ഇത് മതി, നോർമൽ. ഇതാ ഇങ്ങനത്തെ ഇങ്ങനെ പോകുന്ന നല്ലയാ. മറ്റേ ഇങ്ങനെ അല്ലാത്ത ഇത് ഇത് കൊള്ളാം. ഇത് രസമുണ്ട്. ഇപ്പൊ മഞ്ഞ ലൈറ്റാ കണ്ടോ? ഇപ്പൊ സെറ്റായി. നൈസ്, അതല്ലേ? അടിപൊളിയായിട്ടുണ്ട്.
നമുക്ക് രണ്ട് സൈഡിൽ നിന്നും നല്ല രീതിയിൽ ആസ്വദിക്കാം. ഈ സൈഡിൽ നിന്നും ആസ്വദിക്കാം, ഈ സൈഡിൽ നിന്നും ആസ്വദിക്കാം. സൂപ്പറായില്ലേ? ഇഷ്ടപ്പെട്ടോ? വാവ്, അവള് കളിയാണ്. കൊള്ളാമേ, ഇപ്പൊ സൂപ്പറായി. വാവ്. ഇപ്പൊ ഇതേ രാവിലെ എണീറ്റ് വന്നപ്പോഴുള്ള കാഴ്ചയാണ് ഇതേ. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:45 നല്ല വെട്ടമൊക്കെ ആയി. നമ്മൾ ലേറ്റായിട്ടാണ് എണീറ്റത്. പിന്നെ നല്ല തണുപ്പുണ്ട്. ഇന്നാണെന്നുണ്ടെങ്കിൽ ചെറിയ കാറ്റൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. നമ്മുടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും ബൈ ബൈ.